ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ളൊരു കുളമാണ് കാണിക്കാൻ പോണേ കേട്ടോ. അതായത് ഈ കുളം എന്ന് പറയുന്നത് നോക്ക്, അങ്ങ് ഒത്തിരി അടിയിൽ നിന്നാണ്, പറമ്പ് കുറേ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് താഴത്തു നിന്നാണ് പിച്ചിങ്ങി കെട്ടി ഉയർത്തിയിരിക്കുന്നത്. ഞാൻ ഇതിലേ ഇപ്പോൾ ഇറങ്ങുകയാണ്, കാരണം ഇപ്പുറത്തൂടെ പോകാനായിട്ട് കാടാ. ഇവിടെയൊക്കെ തെളിച്ചിട്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഇപ്പം നമുക്കത് വൃത്തിയാക്കി സത്യം പറഞ്ഞാൽ മടുത്തു. പിന്നെയും നമുക്കിങ്ങനെ എന്താണ് വൃത്തിയാക്കാനുള്ള പാട്, വീണ്ടും കാടിങ്ങനെ മുളച്ച് വരുന്നു. അതുകൊണ്ട് ആണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഇനി കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട് കേട്ടോ. നോക്ക്, ഇത്രയും അടിഭാഗത്തു നിന്നാണ് ഇത്രയും അടിഭാഗത്തു നിന്നാണ് മുകളിലേക്ക് കരിങ്കല്ല് കൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്നത്. നോക്ക്, ഇതാണ് നമ്മുടെ ഫാമാണ് കാണുന്നത്. ഗപ്പി ഫാമാണ്, അതിൻ്റെ ഷീറ്റാണ് കാണുന്നത്. വീട് അപ്പുറത്തോട്ടാണ്, പുറകിൽ അപ്പുറത്ത് വീടാണ്. അപ്പം ഇതാണ് നമ്മുടെ മോനെ, ഇതാണ് നമ്മുടെ കുളം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാമല്ലേ കുളം എന്ന്. ഇതാണ് കുളം. ഇതിപ്പം നമ്മൾ ഈ കരയായിട്ട് കാണുന്ന ഭാഗം മഴയാകുമ്പോഴത്തേക്ക് ഇത്രയിടം ഫില്ലാവും. ആ വേര് നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത്രയിടം ഫില്ലായി മുകളിലിട്ട് കുറച്ച് വെള്ളം കയറി നിൽക്കും കേട്ടോ. ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. മോനി ഇറങ്ങുക, കണ്ട് ഞാനിപ്പോൾ ഇറങ്ങി വന്നത് ഈ കുളത്തിൻ്റെ കരയിൽ കൂടിയാണ് കേട്ടോ. ഇതിലിങ്ങനെ കരയിൽ കൂടി ഇറങ്ങി വന്നത്. ഇവിടെ കാടായത് കാരണം അവിടെ വൃത്തിയാക്കാതെ അങ്ങോട്ട് ഇറങ്ങാൻ ഒക്കൂല, പറമ്പിൽ കൂടെ വരാൻ പറ്റും. ഇപ്പോൾ കുളത്തിൻ്റെ കരയിൽ കൂടെ തന്നെ നടന്ന് ഞാൻ ഇപ്പം ഇങ്ങനെ വരും. മാമൻ ഇതിലിറങ്ങുക, ആ കമ്പിന് മറികടന്ന് വരണം. അപ്പം ഞാൻ ഇങ്ങനെ കയറുക കേട്ടോ. കുളത്തിൻ്റെ ശരിയായിട്ടുള്ള വ്യൂ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാനിപ്പം കയറുന്നത്. അതിലേക്കാണ് കയറുന്നത്, അണ്ണാൻ കയറുന്നതല്ലേ കയറണം ഇപ്പോൾ. അമ്മേ, ഇതാണ് നോക്ക്, നിങ്ങൾ നോക്ക്, ഇതാണ് പറമ്പാണിത് ശരിക്കും. ഇതിലേക്ക് ഞാൻ എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നല്ല വേനൽക്കാലത്ത് നല്ല ചൂടാണ്, ഫാനിട്ടാലൊന്നും കാര്യമില്ല. അപ്പം നമ്മൾ പയ്യെ ഒരു ബോറടി മാറാനൊക്കെ ഞാനിങ്ങനെ ഇറങ്ങി വരും. ഈ പാടമാണ് പുറകിൽ, കുളവും പാടവും കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇറങ്ങി വരും. അപ്പം കുളത്തിൻ്റെ വ്യൂ കാണിക്കാനാണ് ഞാനിപ്പോൾ വരുന്നത്. പാടം നോക്കൂ പുറകിലോട്ടുള്ള. അപ്പോൾ ഇതാണ് കുളത്തിൻ്റെ അവസ്ഥ. നോക്കൂ, ഇതാണ് കുളം. ഇതിനകത്ത് കാഴ്ച എന്ന് പറയുമ്പം നിറയെ മീനുണ്ടാവും കേട്ടോ. നിറയെ മീൻ, ഒരുപാട് മീൻ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ നിൽക്കും, നമ്മുടെ പറമ്പിൻ്റെ ആ ഭാഗം മുകളിൽ നിൽക്കും. ഞങ്ങൾ മുകളിൽ നിൽക്കും, ചൂണ്ടയിടും, പിടിക്കും. ഇതാണ് അവസ്ഥ. പിന്നെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങാറുണ്ട്. ഇതിലിങ്ങനെ ഇറങ്ങി വരും കണ്ടോ. നമ്മുടെ വീടിൻ്റെ അതിൽ ഇറങ്ങാൻ പറ്റും. ഇങ്ങനെ വീടിൻ്റെ ബാക്ക് വശമാണ്, അതിലേ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചൂണ്ടയിടും. ഇങ്ങനെയാണ് അവസ്ഥ. ഇപ്പോൾ പിന്നെ മീൻ പിടുത്തമൊന്നുമില്ല. ഇതെന്നു വെച്ചാൽ ഈ കുളം ശരിക്കും ഫില്ലായി. ഒരു 10-30 വർഷം മുമ്പ് ഇത് പുറകിൽ കാണുന്നത് പാടാണ് കേട്ടോ. ആ പാടത്തിന് വേണ്ടിയിട്ട്, പാടത്തിലേക്ക് വെള്ളം നെല്ലിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ജലസേചനത്തിന് വേണ്ടി ശരിക്കും ഉണ്ടാക്കിയതാണ് ഈ കുളം എന്നാണ് പറയുന്നത്. പക്ഷേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചേറും കരിയിലൊക്കെ വീണടിഞ്ഞ് കുളത്തിൻ്റെ ആഴം അങ്ങ് പോയിട്ടോ. ഈ കുളത്തിൻ്റെ കരയിൽ കൂടെ ഈ വെള്ളം കുറേ കൂടെ അങ്ങ് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റും. സെൻട്രലാണ് ശരിക്കും കുഴി എന്ന് പറയുന്നത്. ഇവിടെ നല്ലൊരു ഇല്ലിക്കാട് ഉണ്ടായിരുന്നു. ശരിക്കും തെളിച്ചാണ് കേട്ടോ. ഇവിടെ നല്ലോണം കാടാണ് കേട്ടോ. കാടായിരുന്നു. അതിൻ്റെ ഒരു പുളിമരം നിൽക്കുന്നു. അവിടെ ഒരു വീടുണ്ട്, നോക്കൂ, അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ താമസക്കാരൊക്കെ ഉണ്ട്. ഇതിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആൾക്കാരുടെ വഴിയായി മാറും. ഒന്നാമത്തെ കാര്യം ഷോർട്ട് കട്ടിന് ആൾക്കാർ പുറകിലുള്ള റോഡിലേക്ക് പോകുന്നതാണ് ഇല്ലേ. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ വീടിന് പുറകിലുള്ള പാടശേഖരം. ഇവിടെ ഒരു 2 വർഷം മുന്നേ ഇവിടെ കൃഷി ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ട് ഈ വണ്ടി വരുമ്പോൾ ഇവിടെ അങ്ങ് താണു പോകും. ചില സമയത്ത് അങ്ങ് ഇതിനിടയിൽ കൂടെ ചാലുണ്ടായിരുന്നു, അങ്ങ് താണു പോകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പാടാണ് വണ്ടി കയറാൻ. അങ്ങനെ ഒരു വണ്ടി പൊതഞ്ഞു പോയി. അപ്പോൾ പിന്നെ ആ നെല്ല് അവർ കൊയ്തെടുത്തില്ല. കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ ശരിക്കും കൃഷിയുള്ള പാടം നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ സ്ഥിരമായിട്ട് കൃഷിയുള്ളതാണ്. ഇവിടെ കുറച്ചായിട്ട്, ഇവിടെ കണ്ടോ നിങ്ങൾ നോക്കൂ, ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് പുല്ല് നിറഞ്ഞിരിക്കുന്ന ഭാഗം. അങ്ങ് പുറകിലോട്ട് നോക്കിയാൽ നോക്കൂ, ഞാറ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ശരിക്കും നമ്മുടെ പുറകിലെ പാടത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ്, ഇതാണ് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മഴയാകുമ്പം പിള്ളേരൊക്കെ മീൻ പിടിക്കാനായിട്ട് വരും. ഇഷ്ടം പോലെ പോത്തിനെയും പശുക്കളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു, അതായത് പുല്ല് മേയാനായിട്ട് വിടുന്ന ഒരു പാടായിരുന്നു. പശുക്കൾ കുറവാണ്. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില വീട്ടുകാർ പോത്തിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പം വീണ്ടും നമുക്ക് കുളത്തിൻ്റെ കരയിലേക്ക് പോകട്ടോ. അപ്പോൾ ഇതാണ് ഈ കുളം എന്ന് പറയുമ്പോൾ ഒരുപാട് മീനെ പിടിച്ചിട്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇതിനകത്തുള്ള മീനെന്ന് പറഞ്ഞാൽ വരാൽ, കല്ലുമുട്ടയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറവാണ് കേട്ടോ. ഇപ്പോൾ കുറവെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മീൻ കാണും, ചേറിനകത്ത്. പക്ഷേ നിറയെ ചേറും കരിയിലാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരാൾ വീണ് കഴിഞ്ഞാൽ
വലിയ പാടാട്ടോ നീന്തറിയാത്തവരെ ചേറാണിത് മുഴുവനും, വലിയ പാടാണ്. അപ്പോൾ നമ്മൾ കരയിലൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം. നമുക്ക് കണ്ടോ അതിൽ അങ്ങനെ ആ പാടത്തോട്ട് ഇറങ്ങാൻ പറ്റും. അത് നമ്മുടെ നേരെ പുറകിലുള്ള പാടമാണ്. അവിടെ ഇപ്പം ഈ ഒരു കുറേ വർഷങ്ങളായിട്ട്, അതായത് പാഴായിട്ടുള്ള എന്താ കണ്ടൽക്കാട് പോലെ വരുന്ന വളർന്ന് നിൽക്കുകയാണത്. പെട്ടെന്നോറും പേരെ കൂടിയാണ് വീണ്ടും വളരുന്നത്. നല്ല മഴയാകുമ്പം കുറേയും കൂടെ ഫില്ലായി വരും. ഇതാണ് നമ്മുടെ എന്താണ് കുളത്തിൻ്റെ കാഴ്ചപ്പാട്. നല്ല വെള്ളമുള്ളപ്പോൾ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല മഴയുള്ളപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇറങ്ങാൻ പറ്റും, ഇപ്പോഴത്തോടെ ഇറങ്ങാൻ പറ്റും. ഇവിടെ ഇല്ലിമുള്ളായത് കാരണം നമുക്കതിൽ ഇറങ്ങാൻ വലിയ പാടാണ്. ഇതിലെ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റും. ഇറങ്ങി ആ കരയിൽ അതിലേ വരാം. അതിലേ വന്നാൽ നമുക്ക് അപ്പുറത്തൂടെ ഇങ്ങനെ കയറി പോകാൻ പറ്റും, നമ്മുടെ പറമ്പിലേക്ക് കയറി പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളമാണ്. വെള്ളം കുറേ കൂടെ വറ്റണം. വേനൽക്കാലമായി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.